നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് ഇന്ന്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ രാവിലെ 9 മണിക്ക് നിയമസഭയിൽ അവതരിപ്പിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന പാക്കേജുകൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബജറ്റിൽ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ധനമന്ത്രി നേരത്തെ സൂചന നൽകിയിരുന്നു. നിലവിൽ 2000 രൂപയിൽ നിന്ന് പെൻഷൻ തുക 2500 രൂപയായി വർദ്ധിക്കുമോ? സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമോ? റബ്ബർ താങ്ങുവില ഉയർത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും? തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾക്കാണ് തൻ്റെ 6ാമത് ബജറ്റ് പ്രസംഗത്തിലൂടെ ധനമന്ത്രി ഉത്തരം നൽകുന്നത്. ലോകകേരള സഭയുടെ 5ാം സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പൊതുയോഗവും വിവിധ കലാപരിപാടികളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 120 രാജ്യങ്ങളിൽ നിന്ന് 28 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. 8 വിഷയങ്ങളെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും 7 മേഖലാ സമ്മേളനങ്ങളും നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കും. മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ, വിഷയവിദഗ്ധർ, MLA മാർ എന്നിവർ 3 ദിവസത്തെ ചർച്ചയിൽ പങ്കെടുക്കും. തൂർത്ത് ആരോപിച്ചും പദ്ധതി നടത്തിയുള്ള വ്യക്തിഗത കുറവും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇത്തവണയും ലോക കേരള സഭ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കും. സ്പ്രിംഗ്ലർ ഇടപാടിൽ സർക്കാരിന് ക്ലീൻ ചീറ്റ് നൽകി ഹൈക്കോടതി. കോവിഡ് കാലത്ത് ആരോഗ്യ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷമാണ് ഹർജി നൽകിയിരുന്നത്. കരാറുണ്ടാക്കിയതിൽ സർക്കാരിന് ദുരുദ്ദേശമുണ്ടായിരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അസാധാരണമായ കോവിഡ് സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു കരാർ വേണ്ടിവന്നത്. പൗരന്മാരുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടുവെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. സ്പ്രിംഗ്ലർ കമ്പനിയെ ഒരു ഉപാധിയായി മാത്രമാണ് ഉപയോഗിച്ചത്. ഡാറ്റയുടെ നിയന്ത്രണം സർക്കാർ തന്നെ ആയിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതിപക്ഷത്തിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. മതസ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള മന്ദിരങ്ങൾ, മഠങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ, മതവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന തടസ്സങ്ങൾ നീക്കാൻ പ്രത്യേക പദ്ധതിക്ക് അംഗീകാരം ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അവിവാഹിതരായ 50 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ശമ്പളം, പെൻഷൻ, സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യം എന്നിവ ലഭിക്കാത്ത സ്ത്രീകളെ പ്രത്യേക വിഭാഗമായി കണക്കാക്കും. ഇവർക്ക് 2001 ഉത്തരവ് പ്രകാരം അനുവദിച്ചുള്ള പെൻഷൻ അനുവദിക്കുന്നതിന് പൊതുവിൽ നിർബന്ധമാക്കിയിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, അവിവാഹിത സർട്ടിഫിക്കറ്റ് എന്നിവ ഒഴിവാക്കി നൽകും. പകരം പ്രത്യേക അപേക്ഷ ഫോറം അംഗീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വയനാട് മുണ്ടക്കൈ ചുരൽമലയിലെ ദുരന്തബാധിത കടങ്ങൾ എഴുതിത്തള്ളാൻ സർക്കാർ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിലാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. 18,75,00,000 രൂപയാണ് എഴുതി തള്ളുക. കടം സർക്കാർ ഏറ്റെടുക്കുമെന്നും തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് നൽകുമെന്നും മന്ത്രി K രാജൻ വ്യക്തമാക്കി. കൂടാതെ കേന്ദ്രം മനുഷ്യത്വപരമല്ല സമീപനമാണ് സ്വീകരിച്ചതെന്നും കേന്ദ്ര നടപടി കേന്ദ്രത്തിലുള്ള പാവപോക്കലാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വ്യക്തമാക്കി. 555 ഗുണഭോക്താക്കളുടെ 18 കോടിയിലധികം രൂപപ്പെടുന്ന കടങ്ങളാണ് എഴുതിത്തള്ളിയത്. കേരള ബാങ്ക് എഴുതിത്തള്ളിയ 93 ലക്ഷം രൂപ ബാങ്കിന് സർക്കാർ തിരിച്ചു നൽകും. 1620 ലോണുകളാണ് എഴുതിത്തള്ളുക. ദുരന്തബാധിതരായി തീരുമാനിക്കപ്പെട്ടവരുടെ എല്ലാ കടങ്ങളും എഴുതിത്തള്ളും. കടങ്ങൾ എഴുതിത്തള്ളുകയല്ലെന്നും സർക്കാർ ഏറ്റെടുക്കുകയാണെന്നും K രാജൻ പറയുന്നു. അതിവേഗ റെയിൽ പാതയുമായി കേരളം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റൂട്ടിൽ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. 583 കിലോമീറ്റർ നീളത്തിലാണ് പദ്ധതി. 4 ഘട്ടമായാണ് നടപ്പാക്കുക. പദ്ധതിക്ക് സംസ്ഥാനത്ത് താൽപ്പര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിന് ഔപചാരികമായി കത്ത് അയക്കും. അതിനാവശ്യമായ കൂടിയാലോചനകൾ ആരംഭിക്കുവാനും ഗതാഗത വകുപ്പിനെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി. റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അതിവേഗ റെയിൽ പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോകുന്നത്. ഡൽഹി മീററ്റ് RRTS മാതൃകയിലാണ് കേരളത്തിലും നടപ്പാക്കുക. മണിക്കൂറിൽ 160-180 കിലോമീറ്റർ വരെ വേഗം, കുറഞ്ഞ സ്റ്റേഷൻ ഇടവേള, ഉയർന്ന യാത്രാശേഷി എന്നിവയാണ് പ്രത്യേകത. മീററ്റ് മെട്രോ എന്നാണ് RRTSുമായി സംയോജിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സംവിധാനം പൂർണ്ണമായും ഗ്രേഡ് സെപ്പറേറ്റ് ആയാണ് നടപ്പാക്കുക. NCRTC വഴി ദില്ലി NCRTC മേഖലയിൽ നടപ്പാക്കുന്ന RRTS പദ്ധതി ദില്ലി NCR പരിധിക്ക് പുറത്തേക്കും പരിഗണിക്കാമെന്ന അനുകൂല കേന്ദ്ര നിലപാട് ഭവന നഗരകാര്യ മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട്. DPR സമർപ്പിക്കപ്പെടുന്നതനുസരിച്ച് കേരളത്തിലെ RRTS പദ്ധതിയും ഗൗരവമായി പരിഗണിക്കാമെന്ന് കേന്ദ്ര മന്ത്രി കേരള സന്ദർശനവേളയിൽ അറിയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിനായി അതിവേഗ റെയിൽവേ സംവിധാനമായ RRTS നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ജനസാന്ദ്രതയും പരിസ്ഥിതി പരിരക്ഷ ആവശ്യമായ ഭൂപ്രകൃതിയും കണക്കിലെടുത്ത് തറനിരപ്പിൽ കൂടെയുള്ള മോഡലിന് പകരം തൂണുകൾ വഴിയുള്ള മോഡലാണ് സ്വീകരിക്കുന്നത്. ഇതിലൂടെ ഭൂമി ഏറ്റെടുപ്പ് ഗണ്യമായി കുറയ്ക്കാനും പ്രകൃതിദത്ത ജലപ്രവാഹം തടസ്സപ്പെടുന്നതിനും ഒഴിവാക്കാനും ചില പ്രദേശങ്ങൾ ഉയർന്നുവന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കുവാനും സാധിക്കും. പദ്ധതിയുടെ ഭൂരിഭാഗവും തൂണുകളിൽ കൂടെയുള്ള ആവശ്യമുള്ള സ്ഥലങ്ങൾ മാത്രം എംബാങ്ക്മെന്റ്, ടണൽ എന്നിവയിലൂടെയും ആയിരിക്കും.
സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച RRT ലൈൻ പദ്ധതി കേരളത്തിൽ അത്ര പ്രായോഗികമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. RRT ലൈനിനെക്കുറിച്ച് സംസ്ഥാനം തന്നോട് ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. RRT ചെറുനഗരങ്ങൾ ബന്ധിപ്പിക്കുന്ന പാത ഇതിനായി വേഗത കുറവായി ഇരിക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഇ ശ്രീധരൻ്റെ ബദൽ ലൈനിനെ വെട്ടിക്കൊണ്ടാണ് ബജറ്റ് തലേന്ന് നിർണായക തീരുമാനങ്ങൾ സർക്കാർ നടത്തിയത്. ബദൽ അതിവേഗ പാത ഉടൻ കേന്ദ്രം പ്രഖ്യാപിക്കുമെന്നും ശ്രീധരൻ പറഞ്ഞിരുന്നു. 15 ദിവസം പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് RRT ലൈൻ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റൂട്ടിലാണ് റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 583 കിലോമീറ്റർ നീളത്തിലാണ് പദ്ധതി. 4 ഘട്ടമായാണ് നടപ്പാക്കുക. പദ്ധതിക്കായി സംസ്ഥാനത്തെ താൽപ്പര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിന് ഔപചാരികമായി കത്തയക്കും. സ്വപ്ന ബജറ്റായിരിക്കില്ല അവതരിപ്പിക്കുക, എന്നാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബജറ്റായിരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ഉദ്യോഗസ്ഥരിൽ നിന്ന് രേഖകൾ അടങ്ങിയ പെട്ടി കൈപ്പറ്റിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KN ബാലഗോപാൽ. പ്രായോഗിക ബജറ്റായിരിക്കുമെന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്ന ബജറ്റായിരിക്കില്ലെന്നും KN ബാലഗോപാൽ പറഞ്ഞു. എല്ലാത്തിനും തുടർച്ചയുണ്ടാകുമെന്നും നല്ല കേരളം പടുത്തുയർത്താനുള്ള ശ്രമം ഉണ്ടാകുമെന്നും ധനമന്ത്രി പറഞ്ഞു. എല്ലാ ബജറ്റുകളും നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതായിരിക്കും. സാധാരണക്കാരുടെ പ്രശ്നങ്ങളടക്കം കണക്കിലെടുക്കണം. കൂടുതൽ തൊഴിലവസരം ഉണ്ടാകണം. സംസ്ഥാനത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നതിനുള്ള കാര്യങ്ങൾ ബജറ്റിലുണ്ടാകണം. വിദേശത്തേക്ക് ആളുകൾ പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ കൂടി മെച്ചപ്പെടണം. ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള പ്രായോഗിക ബജറ്റായിരിക്കും അവതരിപ്പിക്കുകയെന്നും ബാലഗോപാൽ പറഞ്ഞു. ക്ഷേത്രങ്ങളിലെ അഴിമതിയും ക്രമക്കേടും തടയാൻ ഹൈക്കോടതി ഇടപെടൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ 1450 ക്ഷേത്രങ്ങളുടെ അക്കൗണ്ടുകൾ ഡീറ്റെയിൽസ് ചെയ്യാൻ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. ഡീറ്റെയിൽസ് നടപടികൾ കേരള ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചറിനെ ചുമതലപ്പെടുത്തി. എത്രയും സമയത്തിന് ഡീറ്റെയിൽസേഷൻ പൂർത്തിയാക്കുമെന്ന് ക്രിപ്റ്റ കോടതിയെ അറിയിക്കണം. തിരുവനന്തപുരം മംഗലാപുരത്തിന് സമീപം ഇടവിളകത്ത് 7 വയസ്സുള്ള അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി മക്കൾ. പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും പോലീസ് പറഞ്ഞ സ്ഥലത്തെത്തി അമ്മ സലീലയെ അകത്ത് കയറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ മകൾ സജ അതിന് തയ്യാറല്ല. അമ്മയെ വൃദ്ധസദനത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. അമ്മയുടെ വസ്ത്രങ്ങളും മരുന്നുകളും എടുക്കാൻ വീട് തുറന്നു തരണമെന്ന് പറഞ്ഞിട്ട് പോലും മകൾ തയ്യാറായില്ല. വീട്ടിൽ മർദ്ദനം പതിവായിരുന്നുവെന്നും അമ്മ സലീല പറയുന്നു. വൃദ്ധയെ ഉപദ്രവിച്ചതിന് ഭർത്താവ് കസ്റ്റഡിയുടെ പ്രതികാരമായാണ് ആ മകൾ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. കാൽ വഴുതി വെള്ളത്തിൽ വീണ കുട്ടിയെ രക്ഷിച്ച് ബോട്ട് ലാസ്കർമാർ മാതൃക. ഇന്ന് രാവിലെ 80-ൽ ചിറ ബോട്ട് ജെട്ടിക്ക് സമീപത്ത് വെച്ചാണ് ബോട്ടിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജിഫ മരിയ തോമസ് കാൽ വീഴ്ത്തി വെള്ളത്തിൽ വീണുകൊണ്ട് തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലാസ്കർമാരായ സെൽവരാജ്, ജയലാൽ എന്നിവർ വെള്ളത്തിലേക്ക് താഴ്ന്നുപോയ കുട്ടിയെ അത്ഭുതമായി രക്ഷപ്പെടുത്തി. ഗുരുതരമായി പരിക്കേറ്റവരെ ആദ്യം ചമ്പംകുളം ആശുപത്രിയിലും പിന്നീട് ജനറൽ ആശുപത്രിയിലും പ്രവേശിച്ചു. രക്ഷാപ്രവർത്തനത്തിന് ബോട്ട് മാസ്റ്റർ മിഥുൻ P. മോഹൻ, J. അഷ്റഫ്, ഡ്രൈവർ വൈശാഖ് എന്നിവരും പങ്കാളിയായി. വനിതാ കണ്ടക്ടർമാർക്ക് ആർത്തവാവധി അനുവദിക്കാനാവില്ലെന്ന് KSRTC. ആർത്തവാവധി അനുവദിക്കുന്നതിന് സർവീസുകളെ ഗുരുതരമായി ബാധിക്കുമെന്നും ഇത്തരമൊരു അധികം ബാധ്യത കോർപ്പറേഷൻ താങ്ങാനാവില്ലെന്നും KSRTC അറിയിച്ചു. ആർത്തവാവധി ആവശ്യപ്പെട്ടുള്ള വനിതാ ജീവനക്കാരുടെ ഹർജിയിലാണ് KSRTC നിലപാട് അറിയിച്ചത്. MC റോഡിൽ KSRTC ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. നിരവധി പേർക്ക് പരിക്ക്. വാളകം ആയൂർ വൈക്കൽ ക്ഷേത്രത്തിന് മുന്നിലാണ് അപകടമുണ്ടായത്. കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ബസ് മറ്റൊരു KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുകയും എതിരെ വന്ന പെട്രോൾ ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവർമാരെയും യാത്രക്കാരെയും പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ KSRTC ബസ്സിലെയും ടാങ്കർ ലോറിയിലെയും ഡ്രൈവർമാരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. യാത്രക്കാരെ കുട്ടനാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. KSRTC ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് MC റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.